Welcome to Technical Education Series program on electronic devices and circuits. In the 11th session of this program, we are dealing with part 1 of module 3, feedback amplifiers. In this session, we will cover the topics positive and negative feedbacks, expression for the gain of feedback amplifiers, types of negative feedback, feedback amplifier circuits, and effect of negative feedback. Feedback amplifiers. ഒരു ഉപകരണത്തിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു അംശം തിരിച്ച് അതിന്റെ ഇൻപുട്ടിലേക്ക് തന്നെ നൽകുന്ന പ്രവർത്തനത്തെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം ഫീഡ്ബാക്ക് പ്രയോഗം ആംപ്ലിഫയറിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുവഴി ആംപ്ലിഫയറിന്റെ ഗെയിൻ, ബാൻഡ്വിഡ്ത്ത്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഡിസ്റ്റോർഷൻ എന്നിവയുടെ മൂല്യങ്ങളെ കൂടുതൽ അനുയോജ്യമായ അളവിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഫീഡ്ബാക്ക് സംവിധാനം ഉൾക്കൊള്ളുന്ന ആംപ്ലിഫയറുകളെയാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറുകൾ എന്ന് പറയുന്നത്. Feedback is the process of injecting a fraction of output energy of some device back to the input. In case of an amplifier, feedback can play an important role. Through feedback process, we can considerably alter the basic parameters of the amplifier such as input impedance, output impedance, gain, bandwidth, etc. Types of feedback. ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് പ്രയോഗം രണ്ട് രൂപത്തിൽ നടത്താവുന്നതാണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഔട്ട്പുട്ടിൽ നിന്നും ഇൻപുട്ടിലേക്ക് നൽകുന്ന ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻപുട്ട് സിഗ്നലിന്റെ അതേ ഫേസിൽ തന്നെയാണെങ്കിൽ അത്തരം ഫീഡ്ബാക്കിനെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയാവുന്നതാണ്. ഇതിനെ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നും പറയാവുന്നതാണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകുമ്പോൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ ലഭ്യമാകുന്ന വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന്റെയും ഫീഡ്ബാക്ക് വോൾട്ടേജിന്റെയും അളവുകൾ കൂട്ടിയതിന് തുല്യമായിരിക്കും. ഇഫ് ദ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈസ് ഗിവൺ ഇൻ ഫേസ് വിത്ത് ദി ഒറിജിനൽ ഇൻപുട്ട്, ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. The resultant input in this case is equal to the sum of the original input and the feedback input. That is, feedback voltage adds to the original input voltage. This type of feedback is also called regenerative feedback. എന്നാൽ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് വിപരീത ഫേസിലാണെങ്കിൽ അത്തരം ഫീഡ്ബാക്കിനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. ഈ ഫീഡ്ബാക്കിനെ ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നും പറയാറുണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകുന്ന സമയത്ത് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ ഫലത്തിൽ ലഭ്യമാകുന്ന വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന്റെയും ഫീഡ്ബാക്ക് വോൾട്ടേജിന്റെയും അളവുകളുടെ വ്യത്യാസത്തിന് തുല്യമായിരിക്കും. If the feedback voltage is given in phase opposition with the original input voltage, it is called negative feedback. In this case, the feedback voltage subtracts from the original input voltage and the resultant input is less than the original input. This type of feedback is also called degenerative feedback. സാധാരണ ആംപ്ലിഫയറുകളിൽ പ്രയോഗിച്ചു വരുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് രീതിയാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രയോഗം ആംപ്ലിഫയറിന്റെ ഗെയിൻ കുറയാൻ കാരണമാകുന്നുണ്ടെങ്കിലും ഇതുവഴി നിരവധി മേന്മകൾ കൈവരിക്കാൻ സാധിക്കും. ആംപ്ലിഫയറിന്റെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നു, ഡിസ്റ്റോർഷൻ കുറയ്ക്കുന്നു, ഫ്രീക്വൻസി റെസ്പോൺസ് മെച്ചപ്പെടുത്തുന്നു, ഇൻപുട്ട് ഇംപെഡൻസ് വർദ്ധിപ്പിക്കുന്നു, ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറയ്ക്കുന്നു, ബാൻഡ്വിഡ്ത്ത് വർദ്ധിപ്പിക്കുന്നു എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ട മേന്മകളാണ്. ഗെയിൻ ഓഫ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ അടിസ്ഥാന ഘടനാ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ആംപ്ലിഫയറിന്റെ ലോഡ് റെസിസ്റ്ററിന് കുറുകെ ലഭ്യമാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഒരു ഭാഗം
ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി ഇൻപുട്ടിലേക്ക് തന്നെ തിരിച്ചു നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ നൽകിയിരിക്കുന്ന സിഗ്നൽ വോൾട്ടേജിന്റെ വിപരീത ഫേസിലായിരിക്കും. ചിത്രത്തിൽ VI എന്നത് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ നൽകിയിരിക്കുന്ന സിഗ്നൽ വോൾട്ടേജ് ആണ്. A എന്നത് ഫീഡ്ബാക്ക് നൽകാത്ത അവസ്ഥയിൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ സൂചിപ്പിക്കുന്നു. VO എന്നത് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ്. ബീറ്റ സൂചിപ്പിക്കുന്നത് ഫീഡ്ബാക്ക് വോൾട്ടേജും ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള അനുപാതത്തെയാണ്. ബീറ്റ VO എന്നത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ടിൽ ലഭ്യമാകുന്ന ഫീഡ്ബാക്ക് വോൾട്ടേജ് ആണ്. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് കാരണം ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിൽ ഫലത്തിൽ ലഭ്യമാകുന്ന വോൾട്ടേജ് VI മൈനസ് ബീറ്റ VO ആയിരിക്കും. Figure shows the block diagram of a basic feedback amplifier with negative feedback. Here, a fraction of output obtained across load resistor RL of the amplifier is fed back to the input through a network called beta network or feedback network. It returns a fraction beta of output voltage VO to the input in phase opposition, where A is the gain of the amplifier without feedback, beta is the feedback factor, VI is the input signal voltage, and VO is the output voltage. In this case, actual input voltage of the amplifier is equal to VI minus beta VO, or we can write VO is equal to A into VI minus beta VO. എന്ന് പറയുമ്പോൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഗെയിൻ എന്നതായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നത്. ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് VI മൈനസ് ബീറ്റ VO, A എന്നത് ഗെയിൻ. So that VO is equal to A into VI minus beta VO. That is equal to A into VI minus A into beta VO. Otherwise, A into VI is equal to VO plus A beta into VO. എന്ന് എഴുതാം. That is equal to VO into 1 plus A beta. ഈ എക്സ്പ്രഷനിൽ നിന്നും VO എന്നത് A into VI divided by 1 plus A beta എന്ന് എഴുതാവുന്നതാണ്. ഇവിടെ VO എന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ച് നമുക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ കണക്കാക്കുമ്പോൾ the gain of the feedback amplifier AF is equal to VO divided by VI. Here VO is equal to A into VI divided by 1 plus A beta and divided by VI. That is equal to A divided by 1 plus A beta എന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്നത് A divided by 1 plus A beta എന്ന് കണക്കാക്കാവുന്നതാണ്. ഇവിടെ A എന്നത് ഈ ഫീഡ്ബാക്ക് നൽകാത്ത അവസ്ഥയിലുള്ള ആംപ്ലിഫയറിന്റെ ഗെയിനും ബീറ്റ എന്നത് ഫീഡ്ബാക്ക് ഫ്രാക്ഷനുമാണ്. ഇനി ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നൽകുന്നതെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്നത് A by 1 minus A beta എന്നായിരിക്കും. From these expressions, it is seen that the gain of an amplifier decreases with the negative feedback and increases with the positive feedback. ഇവിടെ നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകുമ്പോൾ A എന്ന ഗെയിൻ A by 1 plus A beta എന്നായി കുറയുന്നതും പോസിറ്റീവ് ഫീഡ്ബാക്ക് നൽകുന്ന സമയത്ത് A എന്ന ഗെയിൻ A divided by 1 minus A beta എന്നായി കൂടുന്നതുമാണ്. Example 1. Determine the gain of a negative feedback amplifier with an internal gain A is equal to 100 and a feedback factor beta is equal to 0.05. ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ കാണുന്നതിനുള്ള എക്സാമ്പിൾ ആണ്. ഇവിടെ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ
ഫീഡ്ബാക്ക് നൽകാത്ത അവസ്ഥയിലുള്ള ഗെയിൻ എ 100 എന്ന് തന്നിട്ടുണ്ട്. ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ 0.05 എന്ന് നൽകിയിട്ടുണ്ട്. That is given A is equal to 100, beta is equal to 0.05. ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ കാണുന്നതിനുള്ള എക്സ്പ്രഷൻ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. That is AF is equal to A by 1 plus A beta, which is equal to 100 divided by 1 plus 100 into 0.05. That is equal to 100 divided by 1 plus 5 and is equal to 16.66. ഇവിടെ ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ 16.66 എന്ന് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ, the overall gain of an amplifier is 180. When a negative feedback is applied, the gain is reduced to 90. Find the fraction of the output that is fed back to the input. ഇവിടെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ആണ് കാണേണ്ടത്. ആംപ്ലിഫയറിന്റെ ഫീഡ്ബാക്ക് നൽകാത്ത അവസ്ഥയിലുള്ള ഗെയിനും ഫീഡ്ബാക്കിന് ശേഷമുള്ള ഗെയിനും നൽകിയിട്ടുണ്ട്. That is A is equal to 180 and AF is equal to 90. So that we know the gain of the feedback amplifier AF is equal to A by 1 plus A beta. Therefore 90 is equal to 180 divided by 1 plus 180 beta, or we can write 180 is equal to 90 into 1 plus 180 beta. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ which is equal to 90 plus 16,200 beta, or 180 minus 90 is equal to 16,200 beta. ഇതിൽ നിന്നും ബീറ്റ എന്നത് 180 minus 90 divided by 16,200 എന്നതായിരിക്കും. That is equal to 0.0055. Types of negative feedback. ഒരു ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് സംവിധാനം ഒരുക്കുന്നത് ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഒരു ഭാഗം സ്വീകരിച്ച് ഇൻപുട്ടിലേക്ക് നൽകുക എന്ന രീതിയിലാണ്. ഇവിടെ ഔട്ട്പുട്ടിൽ നിന്ന് സ്വീകരിക്കുന്ന സിഗ്നലും ഇൻപുട്ടിലേക്ക് നൽകുന്ന സിഗ്നലും വോൾട്ടേജ് രൂപത്തിലോ കറണ്ട് രൂപത്തിലോ ആകാവുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4 വ്യത്യസ്ത രീതിയിലുള്ള ഫീഡ്ബാക്ക് കണക്ഷനുകൾ ഉപയോഗത്തിലുണ്ട്. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്, വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്, കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്, കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക് എന്നിവ 4 വ്യത്യസ്ത ഫീഡ്ബാക്ക് കണക്ഷനുകളാണ്. In case of amplifiers, feedback is obtained by feeding a part of the output signal back to the input circuit. Here the input and the output signals may be either voltage or current quantities. Depending on the quantity chosen, there are 4 basic types of feedback connections: voltage series feedback, voltage shunt feedback, current series feedback and current shunt feedback. ഇവിടെ വോൾട്ടേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ടിലേക്ക് നൽകുന്ന രീതിയെയാണ്. ഈ കണക്ഷൻ രീതിയിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിനോട് സമാന്തരമായി ഘടിപ്പിച്ചിരിക്കണം. Voltage refers to connecting the output voltage as input to the feedback network. Current എന്നത് സൂചിപ്പിക്കുന്നത് ഔട്ട്പുട്ട് കറണ്ടിന്റെ ഒരു ഭാഗം ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് ടാപ്പ് ചെയ്യുന്ന രീതിയെയാണ്. ഇതിനായി ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിനോട് ശ്രേണിയായി ഘടിപ്പിച്ചിരിക്കണം. Current refers to tapping of some output current through feedback network. Shunt സൂചിപ്പിക്കുന്നത് ഫീഡ്ബാക്ക് സിഗ്നൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലേക്ക് സമാന്തരമായി നൽകുന്ന രീതിയെയാണ്. ഇതിനായി ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിനോട് സമാന്തരമായി ഘടിപ്പിക്കേണ്ടതാണ്. Shunt
refers connecting the feedback signals in shunt with the input current source. Series connection രീതിയിൽ ഫീഡ്ബാക്ക് സിഗ്നൽ നൽകുന്നത് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിനോട് ശ്രേണി രൂപത്തിലായിരിക്കും. ഇതിനായി ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിനോട് ശ്രേണിയായി ഘടിപ്പിച്ചിരിക്കണം. വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. ഒരു ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഒരംശം ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി സ്വീകരിച്ച് അതിന്റെ ഇൻപുട്ടിനോട് ശ്രേണിയായി ചേർത്ത് നൽകുന്ന രീതിയാണ് വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക്. ഇതിനെ ഷണ്ട് ഡിറൈവ്ഡ് സീരീസ് ഫെഡ് ഫീഡ്ബാക്ക് കണക്ഷൻ എന്നും പറയാവുന്നതാണ്. ഇവിടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിനോട് സമാന്തരമായും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിനോട് ശ്രേണിയായും ഘടിപ്പിച്ചിരിക്കുന്നു. Here a fraction of output voltage is applied in series with the input voltage through a feedback network. In this connection, the input of the feedback network is in parallel with the output of the amplifier, and the output of the feedback network is in series with the input of the amplifier. This is also called shunt derived series fed feedback connection. ഈ കണക്ഷൻ രീതിയിൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ടും സമാന്തരമായി വരുന്നത് കാരണം ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് 1/1 + Aβ എന്ന റേറ്റിലേക്ക് കുറയുന്നതും ഇൻപുട്ട് ഭാഗത്ത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ടും ആംപ്ലിഫയറിന്റെ ഇൻപുട്ടും ശ്രേണിയായി ഘടിപ്പിച്ചിരിക്കുന്നത് കാരണം ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് × 1 + Aβ എന്ന നിരക്കിലേക്ക് വർദ്ധിക്കുന്നതുമാണ്. Output resistance. The output resistance of the amplifier reduces by the shunting effect of the input to the feedback network. The output resistance of the feedback amplifier RO dash is equal to RO divided by 1 + Aβ, where beta is the feedback factor and RO is the output resistance of the amplifier without feedback. Input resistance. The input resistance of the feedback amplifier and the output resistance of the feedback network are in series. Hence, the effective input resistance of the amplifier increases due to the feedback. The input resistance of the feedback amplifier Ri dash is equal to 1 + Aβ into Ri, where Ri is the input resistance of the amplifier without feedback. Voltage shunt feedback. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഒരു അംശം ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വഴി സ്വീകരിച്ച് ഇൻപുട്ട് വോൾട്ടേജിനോട് സമാന്തരമായി നൽകുന്ന രീതിയാണ് വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക്. ഇതിനെ ഷണ്ട് ഡിറൈവ്ഡ് ഷണ്ട് ഫെഡ് ഫീഡ്ബാക്ക് കണക്ഷൻ എന്നും വിളിക്കാവുന്നതാണ്. ഇവിടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിനോടും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിനോടും സമാന്തരമായി ഘടിപ്പിച്ച രീതിയിലാണ്. അതിനാൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസും ഇൻപുട്ട് ഇംപെഡൻസും 1/1 + Aβ എന്ന നിരക്കിലേക്ക് കുറയുന്നതായിരിക്കും. In this type of connection, a fraction of the output voltage is coupled back to the input voltage in parallel through feedback network. It is also called shunt-derived shunt feedback connection. Here the feedback network is in parallel or shunt to both input and output of the amplifier. Therefore, this type of feedback connection decreases both input and output resistance by a factor 1/1 + Aβ. Here the output resistance of the feedback amplifier RO dash is equal to RO divided by 1 + Aβ, and the input resistance of the feedback amplifier Ri dash is equal to Ri divided by 1 + Aβ. Current series feedback. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് കറണ്ടിന്റെ ഒരു അംശം ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉപയോഗിച്ച് സ്വീകരിച്ച് അതിനെ വോൾട്ടേജ് രൂപത്തിലേക്ക് മാറ്റി ആംപ്ലിഫയറിന്റെ
ഇൻപുട്ട് വോൾട്ടേജിനോട് ശ്രേണിയായി ചേർത്ത് നൽകുന്ന രീതിയാണ് കറണ്ട് സീരീസ് ഫീഡ്ബാക്ക്. ഇതിനെ സീരീസ് ഡിറൈവ്ഡ് സീരീസ് ഫെഡ് ഫീഡ്ബാക്ക് കണക്ഷൻ എന്നും പറയാവുന്നതാണ്. ഈ കണക്ഷൻ രീതിയിൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ടിനോടും ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ടിനോടും ശ്രേണിയിൽ ഘടിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസും ഇൻപുട്ട് ഇംപെഡൻസും ഇൻറ്റു 1 + A ബീറ്റ എന്ന നിരക്കിലേക്ക് വർദ്ധിക്കുന്നതായിരിക്കും. In this type of feedback connection, a fraction of output current is converted into a proportional voltage by the feedback network and then applied in series with the input. This connection is also called series derived series fed feedback connection. Here the input to the feedback network comes in series to the output of the amplifier and the output of the feedback network comes in series to the input of the amplifier. Therefore, both input and output impedances of the amplifier are increased due to feedback by a factor 1 + A beta. The output resistance of the feedback amplifier RO dash is equal to 1 + A beta into RO, and the input resistance of the feedback amplifier RI dash is equal to 1 + A beta into RI. കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് കറണ്ടിന്റെ ഒരു അംശം ഫീഡ്ബാക്ക് വഴി സ്വീകരിച്ച് അതിനെ വോൾട്ടേജ് രൂപത്തിലേക്ക് മാറ്റി ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് വോൾട്ടേജിനോട് സമാന്തരമായി നൽകുന്ന രീതിയാണ് കറണ്ട് ഷണ്ട് ഫീഡ്ബാക്ക്. ഇതിനെ സീരീസ് ഡിറൈവ്ഡ് ഷണ്ട് ഫെഡ് ഫീഡ്ബാക്ക് കണക്ഷൻ എന്നും പറയാവുന്നതാണ്. ഈ കണക്ഷൻ രീതിയിൽ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ട് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിനോട് ശ്രേണിയായും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ട് ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിനോട് സമാന്തരമായും ഘടിപ്പിച്ചിരിക്കുന്നു. അതിനാൽ ഈ ഫീഡ്ബാക്ക് രീതിയിൽ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഇൻറ്റു 1 + A ബീറ്റ എന്ന നിരക്കിലേക്ക് വർദ്ധിക്കുന്നതും ഇൻപുട്ട് ഇംപെഡൻസ് ബൈ 1 + A beta എന്ന നിരക്കിലേക്ക് കുറയുന്നതുമാണ്. In current shunt feedback connection, a fraction of output current is converted into proportional voltage by the feedback network and then applied in parallel to the input voltage. This is also called series derived shunt fed feedback connection. In this case, the output of the feedback network shunts the input of the amplifier, but its input is in series with the output of the amplifier. Hence, this type of feedback connection decreases the input resistance by a factor 1 / 1 + A beta and increases the output resistance by a factor 1 + A beta. That is, the output resistance of the feedback amplifier RO dash is equal to 1 + A beta into RO. The input resistance of the feedback amplifier RI dash is equal to RI divided by 1 + A beta. അടുത്തത് effect of feedback on input and output resistance. ഇതുവരെ നാം ഡിസ്കസ് ചെയ്ത ഫീഡ്ബാക്ക് കണക്ഷൻ രീതികൾ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇംപെഡൻസിനെയും ഔട്ട്പുട്ട് ഇംപെഡൻസിനെയും ഏത് രൂപത്തിൽ ബാധിക്കും എന്നത് കാണിക്കുന്നതിനുള്ള ഒരു ടേബിളാണ്. ഇവിടെ വോൾട്ടേജ് സീരീസ് കണക്ഷൻ രീതിയിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസസ് into 1 + A beta into Ri, output resistance decreases into RO divided by 1 + A beta. Voltage shunt connection രീതിയിൽ input resistance decreases into Ri divided by 1 + A beta. Output resistance also decreases into RO divided by 1 + A beta. In current series connection, input resistance increases into 1 + A beta into Ri. Output resistance also increases into 1 + A beta into RO. In current shunt connection, input resistance decreases into Ri divided by 1 + A beta. Output resistance increases into 1 + A beta into RO. Negative feedback circuits.
ഇനി നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചുള്ള ആംപ്ലിഫയർ സർക്യൂട്ടുകളെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായി വോൾട്ടേജ് ഷണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട്. വോൾട്ടേജ് ഷണ്ട് രീതിയിൽ ഫീഡ്ബാക്ക് സംവിധാനം നൽകിയ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്ററിന്റെ കലക്ടറിൽ നിന്നും ബേസിലേക്ക് ഒരു റെസിസ്റ്റർ RF കണക്ട് ചെയ്താണ് ഇവിടെ ഫീഡ്ബാക്ക് നൽകിയിരിക്കുന്നത്. ഈ റെസിസ്റ്ററിന്റെ ഒരു അഗ്രം കണക്ട് ചെയ്തിരിക്കുന്നത് കലക്ടറിലേക്കായതുകൊണ്ട് ഇതിന് കുറുകെ ഔട്ട്പുട്ട് വോൾട്ടേജിന് ആനുപാതികമായിട്ടുള്ള ഒരു വോൾട്ടേജ് നിശ്ചിതമാവുന്നതും അതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് IF ഇൻപുട്ടിനോട് സമാന്തരമായി ചേരുന്നതുമായിരിക്കും. Figure shows a transistor amplifier circuit with voltage shunt feedback. It's a common emitter amplifier stage with a resistor RF to provide feedback from collector to base. Since one end of the RF is connected to the output terminal of the amplifier, a voltage proportional to the output voltage will be developed across it, and fed current IF gets added in shunt with the input of the amplifier. Thus, this circuit form a voltage shunt feedback amplifier. ഇവിടെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ എന്നത് -1/RF എന്നും ഈ ആംപ്ലിഫയറിന്റെ വോൾട്ടേജ് ഗെയിൻ AF അതായത് VO/VS എന്നത് RF/RS ആയിരിക്കും. കറന്റ് സീരീസ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. എമിറ്റർ റെസിസ്റ്ററിന് കുറുകെ ബൈപ്പാസ് കപ്പാസിറ്റർ ഉപയോഗിക്കാതെയുള്ള ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ സർക്യൂട്ടാണ് ഇവിടെ കറന്റ് സീരീസ് ഫീഡ്ബാക്ക് സർക്യൂട്ടായി കാണിച്ചിരിക്കുന്നത്. റെസിസ്റ്റർ RE വഴി AC സിഗ്നൽ കറണ്ട് പ്രവഹിക്കുമ്പോൾ അതിൽ നിക്ഷിപ്തമാകുന്ന വോൾട്ടേജ് ആണ് ഇവിടെ ഫീഡ്ബാക്ക് വോൾട്ടേജ് ആയി മാറുന്നത്. RE റെസിസ്റ്ററിന് കുറുകെ നിക്ഷിപ്തമാകുന്ന വോൾട്ടേജ് എമിറ്റർ കറണ്ടിന് നേർ അനുപാതത്തിലും അത് ഇൻപുട്ട് വോൾട്ടേജിന് വിപരീത ഫേസിലുമായിരിക്കും. A common emitter amplifier without bypass capacitor across emitter resistor RE as shown in figure is a negative current feedback circuit. When signal current IE is flowing through the emitter lead which produces a voltage drop across emitter resistor RE, this feedback voltage is opposite phase to that of the input signal, also proportional to the emitter current IE. It is in this way that the circuit provides negative current feedback. ഈ സർക്യൂട്ടിലെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ ബീറ്റ എന്നത് RE/RCയും വോൾട്ടേജ് ഗെയിൻ ഓഫ് കോമൺ എമിറ്റർ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ AF എന്നത് RC/R'E+REയും ആയിരിക്കും. എഫക്ട്സ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് പ്രയോഗം ഒരു ആംപ്ലിഫയറിന്റെ പെർഫോമൻസിനെ ഏതൊക്കെ രൂപത്തിൽ ബാധിക്കും എന്ന് പരിശോധിക്കാം. നാം മനസ്സിലാക്കിയതുപോലെ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ 1/1+Aβ എന്ന അളവിലേക്ക് കുറയാൻ കാരണമാകും എന്ന ന്യൂനത മാറ്റി നിർത്തിയാൽ ആംപ്ലിഫയറിന്റെ സ്റ്റെബിലിറ്റി, ഡിസ്റ്റോർഷൻ, നോയ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഇംപിഡൻസ്, ബാൻഡ്വിഡ്ത്ത് തുടങ്ങിയ പാരാമീറ്ററുകളിൽ കൂടുതൽ അനുകൂലമായ മാറ്റങ്ങൾ വരുത്താൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് വഴി സാധിക്കുന്നതാണ്. The effect of negative feedback on the gain of the amplifier is that it reduces the gain by a factor 1/1+Aβ. This is the only disadvantage of the negative feedback. The effect of negative feedback on other characteristics such as stability, distortion, noise, input and output impedance, bandwidth, etc. will result in the following advantages. ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം. First, improves the stability. സ്ഥിരത മെച്ചപ്പെടുത്തുന്നു. ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംപ്ലിഫയർ അതിന്റെ ഗെയിൻ മൂല്യത്തിൽ മാറ്റം വരാതെ നിലനിൽക്കുക എന്നതാണ്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ AF is equal to A/1+Aβ എന്നതാണ്. ഇവിടെ Aβ 1നേക്കാൾ
വളരെ കൂടുതലായതുകൊണ്ട് ഈ എക്സ്പ്രഷൻ നമുക്ക് a by a beta എന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെ ലഘൂകരിക്കുമ്പോൾ af is equal to 1 by beta എന്ന് കാണാവുന്നതാണ്. ഈ എക്സ്പ്രഷൻ സൂചിപ്പിക്കുന്നത് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഗെയിൻ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ മൂല്യത്തെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. ഇവിടെ ഫീഡ്ബാക്ക് ഫാക്ടർ ബീറ്റ മൂല്യം തീരുമാനിക്കുന്നത് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ പോലെയുള്ള ഒരു പാസീവ് ഘടകമായിരിക്കും. ഒരു പാസീവ് ഘടകത്തിന്റെ വാല്യൂവിൽ മാറ്റം വരുന്ന സാഹചര്യത്തിൽ മാത്രമേ ബീറ്റ മൂല്യം മാറാൻ ഇടയുള്ളൂ. എന്നാൽ ഒരു പാസീവ് ഘടകത്തിന്റെ വാല്യൂ മാറാനുള്ള സാധ്യത വളരെ കുറവായത് കാരണം അതൊരു നിശ്ചിത മൂല്യത്തിൽ സ്ഥിരമായി നിലനിൽക്കുന്നതും അതുവഴി ആംപ്ലിഫയർ ഗെയിൻ മാറ്റം വരാതെ തുടരുന്നതുമാണ്. This expression indicates that the gain of feedback amplifier AF depends only on feedback factor beta, which in turn depends upon passive elements such as resistors. The value of passive elements remains fairly constant, and hence the gain of the amplifier will be stable. Next, reduces the distortion and noise. ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ ഒരു ഭാഗം ഇൻപുട്ടിലേക്ക് നൽകുമ്പോൾ ഔട്ട്പുട്ടിൽ നിലവിലുള്ള ഡിസ്റ്റോർട്ടഡ് സിഗ്നലും നോയ്സ് സിഗ്നലും സിഗ്നൽ വോൾട്ടേജിനോടൊപ്പം ഇൻപുട്ടിലേക്ക് പ്രവേശിക്കുകയും ഇവ ആംപ്ലിഫൈ ചെയ്ത് വിപരീത ഫേസിൽ ഔട്ട്പുട്ടിൽ തിരിച്ചെത്തുകയും ചെയ്യും. വിപരീത ഫേസിൽ ആംപ്ലിഫിക്കേഷൻ ലഭിച്ച ഡിസ്റ്റോർട്ടഡ് സിഗ്നൽ ഒറിജിനൽ ഡിസ്റ്റോർഷൻ സിഗ്നലുമായി കൂടിച്ചേരുമ്പോൾ ക്യാൻസലേഷൻ നടക്കുകയും ഫലത്തിലുള്ള ഡിസ്റ്റോർഷൻ അളവ് 1/1 + a beta എന്ന നിരക്കിലേക്ക് കുറയുകയും ചെയ്യും. When a fraction of beta of the output voltage is fed back to input in opposite phase, the same fraction of distortion in the output also fed back to the input and it gets amplified a times by the basic amplifier. This amplified distortion gets added up in reverse polarity to the original distortion to make net distortion reduced through cancellation, and it becomes df is equal to d by 1 + a beta. ഇവിടെ df എന്നത് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടിലുള്ള ഡിസ്റ്റോർഷനും d എന്നത് ഫീഡ്ബാക്ക് നൽകുന്നതിന് മുന്നേയുള്ള ഡിസ്റ്റോർഷൻ മൂല്യവുമാണ്. This expression shows that the distortion is reduced by a factor 1/1 + a beta when negative feedback is used in the amplifier. It increases the input impedance and reduces the output impedance. Input impedance വർദ്ധിപ്പിക്കുകയും ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ പ്രയോജനം ലഭ്യമാകുന്നത് ആംപ്ലിഫയറിൽ വോൾട്ടേജ് സീരീസ് ഫീഡ്ബാക്ക് നൽകുമ്പോഴാണ്. ഈ കണക്ഷൻ രീതിയിൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ടും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഔട്ട്പുട്ടും ശ്രേണി രൂപത്തിലും ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ടും ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന്റെ ഇൻപുട്ടും സമാന്തര രൂപത്തിലും ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഇൻപുട്ട് ഇംപെഡൻസ് × 1 + a beta എന്ന നിരക്കിലേക്ക് വർദ്ധിക്കുന്നതും ഔട്ട്പുട്ട് ഇംപെഡൻസ് 1/1 + a beta എന്ന നിരക്കിലേക്ക് കുറയുന്നതുമാണ്. This advantage is obtained in voltage series feedback circuit. In this connection, the output of the feedback network is in series to the input of the amplifier, and the input of the feedback network is in parallel with the output of the amplifier. Thus, the input impedance of the amplifier with negative feedback is increased by a factor 1 + a beta, and the output impedance of an amplifier with negative feedback is decreased by a factor 1/1 + a beta. Next, improves frequency response and increases bandwidth. Frequency response മെച്ചപ്പെടുത്തുകയും ബാൻഡ്വിഡ്ത്ത്
വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നെഗറ്റീവ് ഫീഡ്ബാക്ക് കാരണം ആംപ്ലിഫയറിന്റെ ഗെയിൻ സ്ഥിരമായി നിലനിൽക്കുന്ന അവസ്ഥയിൽ ഇൻപുട്ട് നൽകുന്ന എല്ലാ ഫ്രീക്വൻസി സിഗ്നലുകൾക്കും തുല്യ ആംപ്ലിഫിക്കേഷൻ നൽകാൻ ആംപ്ലിഫയറിന് സാധിക്കുന്നതാണ്. ഇത് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് മെച്ചപ്പെടുത്തുന്നു. എന്നാൽ ആംപ്ലിഫയറിന്റെ ഗെയിൻ 1/1 + Aβ എന്ന നിലയിൽ കുറയുമ്പോൾ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി FL 1 + Aβ എന്ന നിരക്കിൽ കുറയുന്നതും ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി അതേ നിരക്കിൽ കൂടുന്നതുമായിരിക്കും. ഇത് ആംപ്ലിഫയറിന്റെ ബാൻഡ്വിഡ്ത്ത് കൂടാൻ കാരണമാകുന്നു. Since the feedback circuit in an amplifier is made by resistive network, the gain of the amplifier will be substantially constant over a wide range of signal frequency. When the gain of the amplifier falls by a factor 1 + Aβ with negative feedback, the cutoff frequency FL is lowered by a factor 1 + Aβ, and the upper cutoff frequency FH will be raised by the same factor. So bandwidth FH minus FL will be increased. ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.